ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കത്ത് ചോർച്ച വിവാദത്തിൽ ഉലഞ്ഞ് CPIM നേതൃത്വം. മുഹമ്മദ് ഷർഷാദ് പോലീസിന് നൽകിയ പരാതിയിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകളാണ് DGPക്കുള്ള പരാതിയിൽ പരാമർശിക്കുന്നത്. അതിനിടെ മകനെതിരായ ആരോപണങ്ങളിലെ ചോദ്യങ്ങളിൽ നിന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. 2023 മുഹമ്മദ് ഷർഷാദ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബിസിനസ് ബന്ധത്തിൽ ഉലച്ചിലുണ്ടായപ്പോൾ രാജേഷ് കൃഷ്ണ ഭീഷണി സ്വരത്തിൽ ഷർഷാദിനോട് പറഞ്ഞ കാര്യങ്ങളെന്ന നിലയിലാണ് ആരോപണ സ്വഭാവമുള്ള വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ TM തോമസ് ഐസക്, മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാം എന്നിവരുടെ ബെനാമിയാണ് താനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രാജേഷ് കൃഷ്ണ ഭീഷണിപ്പെടുത്തിയെന്നാണ് പോലീസിനുള്ള പരാതിയിൽ ഷർഷാദ് പറയുന്നത്. ഈ നേതാക്കളുടെ പണം കൈകാര്യം ചെയ്യുന്ന കെയർടേക്കറാണെന്നും രാജേഷ് അവകാശപ്പെട്ടതായും പരാതിയിലുണ്ട്. ഷെഡ്യൂൾഡ് ബാങ്കിലെ വായ്പാ അടവ് മുടങ്ങിയ പ്രശ്നത്തിൽ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ബാങ്ക് അധികൃതരെ വിളിച്ചു. ഇതിനെ ബാങ്കുകാർ മിറക്കിൾ എന്നാണ് വിശേഷിപ്പിച്ചതെന്നും ഷർഷാദ് പോലീസ് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. ആരോപണം പാർട്ടിയെ പിടിച്ചുലയ്ക്കുമ്പോഴും ചോദ്യങ്ങളെ നേരിടാതെ ഒഴിഞ്ഞുമാറുകയാണ് പാർട്ടി നേതൃത്വം. അതിനാകെയുള്ള മറുപടി ഇമാതിരിയുള്ള അസംബന്ധങ്ങൾക്ക് ഒന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ആരോപണങ്ങളെ അസംബന്ധമെന്ന് പറഞ്ഞു തള്ളുന്ന MV ഗോവിന്ദന്റെ മറുപടിയുമായി പരാതിക്കാരൻ ഷർഷാദ് രംഗത്തെത്തി. അസംബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മകനോട് ചോദിച്ചിട്ടാണോ പറഞ്ഞതെന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ളത്. എന്തൊക്കെ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, എവിടെ വെച്ചിട്ടാണ് നമ്മളെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പുള്ളി ഇങ്ങോട്ട് അയച്ച മെസ്സേജും ഞാൻ അങ്ങോട്ട് അയച്ച വോയിസ് മെസ്സേജുകളും പുള്ളിയുടെ മറുപടിയും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇപ്പോഴും എല്ലാ അപ്ഡേറ്റും ഉണ്ട്. നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ നേരിടാനിരിക്കെ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങൾ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് CPIM നേതൃത്വം. പരാതി പുറത്തു വന്നതിന് പിന്നിൽ പാർട്ടിയിലെ ചില നേതാക്കൾക്ക് പങ്കുണ്ടെന്നും സംശയങ്ങളുണ്ട്. ഇതോടെ നേതൃത്വത്തിലാകെ അവിശ്വാസം പരക്കുകയാണ്. 24 തിരുവനന്തപുരം. അതേസമയം പരാതിക്കാരൻ മുഹമ്മദ് ഷർഷാദിന്റെ കത്ത് തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം അശോക് ദാവ്ലെ 24നോട് പ്രതികരിച്ചു. കത്ത് ചോർന്നതിനെ കുറിച്ച് അറിയില്ല എന്നും ദാവ്ലെ പറഞ്ഞു. MA ബേബിക്കല്ലേ കത്തയച്ചത്, ബേബിയോട് ചോദിക്കൂ എന്നായിരുന്നു പ്രകാശ് കാരാട്ടിന്റെ മറുപടി. വിവാദം നിർമ്മിത വാർത്തയെന്ന് A വിജയരാഘവൻ പ്രതികരിച്ചു. I know nothing about it, that's all. But the letter was submitted to... No, nothing was submitted to me. Yesterday I have told all the channels that I am in no way concerned. I don't know anything about this issue. നിങ്ങൾക്ക് എന്തും നിർമ്മിക്കാനുള്ള അവകാശമുണ്ടല്ലോ. ഇപ്പോൾ വാർത്തകളില്ലാതെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ. അപ്പോൾ വല്ലാതെ പ്രയാസം വരുമ്പോൾ വാർത്ത ഉൽപ്പാദിപ്പിച്ച് വിനിമയം ചെയ്യാം, വിതരണം ചെയ്യാം. അതൊന്ന് നിങ്ങൾ പറഞ്ഞല്ലേ. ബേബിക്ക് കത്തയച്ചിരിക്കുന്നത്. കത്ത് ചോർച്ച വിവാദത്തിനിടെ CPM PB യോഗം ഡൽഹിയിൽ തുടരുകയാണ്. കത്ത് വിവാദത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. വികസനവും കമ്മീഷനും എന്ന നയമാണ് സർക്കാരിന്. നിയമ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും K മുരളീധരൻ ആവശ്യപ്പെട്ടു. വികസനവും കമ്മീഷനും എന്നുള്ള നയമാണ് ഇപ്പോൾ പിണറായി സർക്കാരിന്. വികസനമല്ല, കമ്മീഷൻ നടക്കുന്നുണ്ട്, വികസനം നടക്കുന്നില്ല. ഇതിപ്പോൾ രാജേഷ് കൃഷ്ണനെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് പിണറായി സർക്കാരിനെതിരായിട്ട് വന്ന ആരോപണമാണ്. ഗോവിന്ദൻ മാഷാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഗോവിന്ദൻ മാഷ് പ്രതികരിക്കണം. തൻ്റെ സത്യസന്ധത തെളിയിക്കാൻ ഗോവിന്ദൻ മാഷ്ക്ക് ബാധ്യതയുണ്ട്. അതിനധികം മുൻകൈ എടുക്കണം. അന്വേഷണം വേണം. നിയമ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുന്നു. വോട്ടുകൊള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കവുമായി ഇന്ത്യ സഖ്യം. ഇന്ന് ചേർന്ന മുന്നണി യോഗത്തിൽ ഇക്കാര്യത്തിൽ പ്രാഥമിക ചർച്ചകൾ നടന്നു. വോട്ട് ക്രമക്കേട് ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ഇന്നും പ്രതിഷേധിച്ചു. വോട്ട് കൊള്ള ആരോപണത്തിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറുപടി നൽകിയില്ലെന്നും വാർത്താ സമ്മേളനത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതം പ്രകടമായി എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിൽ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ സഭാകക്ഷി നേതാക്കളുടെ യോഗത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ കടുത്ത നീക്കം വേണമെന്ന ആവശ്യമുയർന്നത്. ഗ്യാനേഷ് കുമാറിനെതിരെ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നോട്ടീസ് സഭാധ്യക്ഷൻ അംഗീകരിക്കുകയും ഇരുസഭകളിലും 3-2 പിന്തുണയും ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ അതൊന്നും തന്നെ സാധ്യമല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസ്യതയില്ലെന്ന് വരുത്താൻ ഈ രാഷ്ട്രീയ നീക്കത്തിലൂടെ കഴിയുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട്. അതേസമയം വോട്ടുകൊള്ള വിഷയം ഉന്നയിച്ച് പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷം ഇന്നും പ്രതിഷേധിച്ചു.
പാർലമെന്റിനകത്തെ പ്രതിഷേധത്തിൽ ലോക്സഭ 2 തവണ തടസ്സപ്പെട്ടു. किसी भी माननीय सदस्य को ये प्रिविलेज नहीं है कि वह सरकारी संपत्ति को तोड़ने का प्रयास करे. 24 ഡൽഹി. ഈ വിഷയത്തിൽ ഇന്ന് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വൈകിട്ട് 3 മണിക്ക് ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാക്കൾ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായ ഇംപീച്ച്മെന്റ് നീക്കത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ ആ ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ, ഇന്ത്യ സഖ്യ നേതാക്കൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചേക്കും. അതേസമയം വോട്ടുകൊള്ള, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണ ക്രമക്കേട് ആരോപണങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പുരോഗമിക്കുകയാണ്. വിവിധ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന യാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. ബീഹാറിലെ കുടുംബ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് 2ാം ദിവസം വോട്ടധികാർ യാത്ര ആരംഭിച്ചത്. രാഹുൽ ഗാന്ധിക്കൊപ്പം RJD നേതാവ് തേജസ്വി യാദവും യാത്രയിൽ ഉടനീളം പങ്കെടുക്കുന്നുണ്ട്. പൊള്ളുന്ന വെയിലിലും റോഡിന് ഇരുവശത്തുമായി നിരന്ന ജനങ്ങൾ കൊടിവീശിയും പൂക്കൾ നൽകിയും യാത്രയെ വരവേറ്റു. ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് നേതാക്കളുടെ യാത്ര മുന്നോട്ട് നീങ്ങി. ബീഹാറിലെ ദേവ് സൂര്യ മന്ദിറിലും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും സന്ദർശിച്ചു. ഗയയിലെ പൊതുപരിപാടിയോടെ 2ാം ദിവസത്തെ യാത്ര അവസാനിക്കും. 16 ദിവസം 60 മണ്ഡലങ്ങളിലൂടെയായിരിക്കും യാത്ര കടന്നു പോവുക. സെപ്റ്റംബർ 1 മഹാറാലിയോടെ അവസാനം. വോട്ട് കൊള്ളയും വോട്ടർ പട്ടിക പരിഷ്കരണവും ഉയർത്തി രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാർ യാത്ര ബീഹാറിൽ തുടരുകയാണ്. ആരോപണങ്ങൾ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തള്ളുമ്പോഴും പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ബീഹാറിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയുടെ അവസ്ഥ പരിതാപകരമെന്ന് സുപ്രീം കോടതി. പാതയിലെ ഗതാഗത കുരുക്ക് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാമർശം. 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ദൂരം പിന്നിടാൻ ഇപ്പോൾ 11 മണിക്കൂർ വേണമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരായ ദേശീയപാത അതോറിറ്റിയുടെ ഹർജി പരിഗണിക്കുമ്പോഴാണ് മലയാള മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയുടെ ഈ പരാമർശം. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ ഹർജി ഏത് ഘട്ടത്തിലെത്തി? വിധി പറയാൻ മാറ്റിയിട്ടുണ്ടോ? ഇന്നും രൂക്ഷ വിമർശനം ദേശീയപാത അതോറിറ്റിക്കെതിരെ ഉണ്ടായല്ലോ. ഇപ്പോൾ മലയാളി കൂടിയായ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ആ ബെഞ്ചിലുള്ളത് കൊണ്ട് എന്താണ് ഈ വിഷയത്തിൽ തൃശ്ശൂരിലും പാലിയക്കരയിലും അല്ലെങ്കിൽ എറണാകുളം റൂട്ടിലുമൊക്കെ നടക്കുന്നതെന്ന് കൃത്യമായി അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രതികരണങ്ങളായിരുന്നു ഇന്നും ബെഞ്ചിൽ നിന്നുണ്ടായത്, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, അതായത് ഈ പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരായ ദേശീയപാത അതോറിറ്റിയുടെ ഹർജി അത് പരിഗണിക്കവേ ദേശീയപാത അതോറിറ്റിക്ക് നേരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഇന്നും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. റോഡുകളുടെ അവസ്ഥ പരിതാപകരമാണ് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ ദിവസം ഒരു ലോറി ബ്രേക്ക് ഡൗൺ ആയപ്പോൾ നേരിട്ടത് 12 മണിക്കൂർ നീണ്ട ഗതാഗത കുരുക്കായിരുന്നു. 15 കിലോമീറ്ററോളം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി നിരീക്ഷിക്കുകയുണ്ടായി. 1 മണിക്കൂർ എടുക്കേണ്ട ദൂരത്തിന് 11 മണിക്കൂർ എടുത്ത് സഞ്ചരിക്കേണ്ട അവസ്ഥ നിലനിൽക്കുന്നു എന്നതും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത്തരമൊരു പ്രശ്നം ഉണ്ടായാൽ അത് ടോൾ നിർത്തിവെക്കുന്നതല്ല പരിഹാരം എന്നായിരുന്നു ദേശീയപാത അതോറിറ്റി മറുവാദമായി ഉയർത്തിയത്. പ്രാദേശിക സമ്മർദ്ദം മൂലമായിരുന്നു ആ ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ഇന്റർസെപ്ഷൻസ് ഉണ്ടായത് എന്നും ദേശീയപാത അതോറിറ്റി ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ ഇതിൽ കരാർ കമ്പനിയും ഇന്ന് വാദം ഉന്നയിച്ചു. പ്രശ്നം പരിഹരിക്കുന്നതിന്, ഈ ഗതാഗത കുരുക്ക് നേരിട്ടതിന് ശേഷം ഇത് പരിഹരിക്കുന്നതിന് മറ്റൊരു കമ്പനിക്കാണ് ഉപകരാർ നൽകിയത്. അതൊരു PST എഞ്ചിനീയറിംഗ് കമ്പനിക്കായിരുന്നു. അവർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം. അവരോടാണ് വിശദീകരണം ചോദിക്കേണ്ടത്. നിലവിൽ നമുക്ക് അതിന്മേൽ ഉത്തരവാദിത്വമില്ല എന്നാണ് ഇതിലെ പ്രധാന കരാർ കമ്പനി ഇന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ടോൾ പിരിവ് തടയുന്നതിലൂടെ തങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണതെന്നും കരാർ കമ്പനി ഇക്കാര്യത്തിൽ വാദിച്ചു. ദേശീയപാതയിലെ 95% സഞ്ചാരയോഗ്യമെന്ന കരാർ കമ്പനി ഇന്ന് കോടതി അറിയിച്ചു. പക്ഷേ
സുപ്രീം കോടതി അവസാന ഘട്ടത്തിലും ഈ കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയത് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ ഈ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നത്. അതായത് റോഡുകളിലൂടെ എങ്ങനെ യാത്ര ചെയ്യണമെന്ന കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി മെച്ചപ്പെട്ട പദ്ധതി തയ്യാറാക്കണമായിരുന്നു എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. റോഡിൽ ഇറങ്ങുന്ന കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ നിങ്ങൾ അത് ശരിയാണ് അച്യുതൻ. എന്തായാലും കോടതിക്ക് അതിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലായിട്ടുണ്ട്. നമ്മൾ നേരിടുന്ന പ്രശ്നം മനസ്സിലായിട്ടുണ്ട്. ജനങ്ങൾ വലയുന്നു എന്നത് കോടതിക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ മനസ്സിലാവുകയും ചെയ്തു. ഈ വിഷയത്തിലെ കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി അതിൽ നിരീക്ഷണങ്ങൾ നടത്തുകയും ദേശീയപാത അതോറിറ്റിയോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. അതേസമയം മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് ഇപ്പോഴും ശമനമില്ല. പല ഭാഗങ്ങളിലും ഇന്നും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. 4 ആഴ്ചയ്ക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടും ഒരു ഭാഗത്തും അറ്റകുറ്റപ്പണി തുടങ്ങിയിട്ടു പോലുമില്ല. ദിവസങ്ങൾ പിന്നിട്ടിട്ടും മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് ഒരു മാറ്റവുമില്ല. ആമ്പല്ലൂരിലും മുരിങ്ങൂരിലും ചാലക്കുടിയിലും കുരുക്കോട് കുരുക്ക്. യാത്രക്കാർ മണിക്കൂറുകളോളം ബുദ്ധിമുട്ടി. ഇടറോഡുകൾ വഴി ഗതാഗതം തിരിച്ചുവിട്ടെങ്കിലും പ്രശ്നപരിഹാരമായില്ല. ജില്ലയിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധിയായതു മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായത്. നിർമ്മാണ പ്രവർത്തനത്തെ പ്രതികൂല കാലാവസ്ഥ ബാധിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ജനങ്ങളുടെ വികാരത്തിലൂടെയാണ് ഞങ്ങൾ. റോഡിന്റെ മോശം അവസ്ഥ കാരണം ലക്ഷങ്ങളുടെ നഷ്ടമാണ് KSRTCക്കുണ്ടായതെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. KSRTC ഒരു ദിവസം ഡീസൽ മാത്രം ലക്ഷക്കണക്കിനോട് നഷ്ടമാണ്. വളരെ മോശമായ സ്ഥിതിയിൽ വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര കുഴപ്പമായി മാറിയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ KSRTCക്ക് ഇതിന്റെ പേരിൽ നഷ്ടമുണ്ട്. 4 ആഴ്ചയ്ക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പുല്ലുവിലയാണ് കരാർ കമ്പനി നൽകുന്നത്. നിർദ്ദേശം വന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരു ഭാഗത്തും അറ്റകുറ്റപ്പണി തുടങ്ങിയിട്ടില്ല. 24 തൃശൂർ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ബസ് ശരീരത്തിലൂടെ കയറി 2ാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം. കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾ സ്കൂളിലെ വിദ്യാർത്ഥി നഫീസത്ത് മിശ്രിയാണ് മരിച്ചത്. പിതാവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ഓട്ടോറിക്ഷ ഇടിച്ച് തെറിച്ചുവീണ വിദ്യാർത്ഥിയുടെ മുകളിലൂടെ ബസ് കയറിയിറങ്ങുകയായിരുന്നു. രാവിലെ പിതാവിനൊപ്പം സ്കൂളിലേക്ക് ബൈക്കിൽ പോകവെ ഓട്ടോ ഇടിച്ച് കുട്ടി റോഡിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കും മുൻപ് മരണം സംഭവിച്ചു. ബസ് നഫീസത്ത് മിശ്രിയയുടെ മുകളിലൂടെ കയറിയിറങ്ങുകയായിരുന്നു. റോഡിലെ കുഴിയാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 24 പാലക്കാട്. കൊല്ലം ജില്ലയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാവുന്നു. 16 ദിവസത്തിനിടെ ജില്ലയിൽ 13 പേർക്കാണ് അപകടങ്ങളിൽ ജീവൻ നഷ്ടമായത്. ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ മദ്യപിച്ച് വാഹനമോടിച്ച സ്കൂൾ ബസ് ഡ്രൈവർമാർ അടക്കം 17 പേരാണ് അറസ്റ്റിലായത്. 16 ദിവസത്തിനിടയിൽ 25 വാഹനാപകടങ്ങളാണ് കൊല്ലം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 13 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 30 പേർ പരിക്കേറ്റ് വിവിധയിടങ്ങളിൽ ചികിത്സയിൽ കഴിയുന്നു. പുലർച്ചെയാണ് കൂടുതൽ അപകടങ്ങളും ഉണ്ടായതെന്നാണ് കണക്കുകൾ. ലോറികളും മിനി ലോറികളുമാണ് ജീവനുകളേറെയും കവർന്നത്. മുന്നറിയിപ്പുകളും സൂചനകളും ഡ്രൈവർമാർ അവഗണിക്കുന്നതും അപകടം വർദ്ധിക്കാൻ കാരണമെന്നാണ് വിവരം. അപകടകരമായ രീതിയിൽ താഴ്ന്നുകിടക്കുന്ന വൈദ്യുതി കേബിളുകളിൽ തട്ടിയും 4 പേർക്ക് ഇക്കാലയളവിൽ പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം കൊല്ലത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ KSRTC ബസ് ഡ്രൈവർ ഉൾപ്പെടെ 17 ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനമോടിച്ചതിന് അറസ്റ്റിലായി. ഇതിൽ 5 സ്കൂൾ ബസ് ഡ്രൈവർമാരുമുണ്ട്. പോലീസ് പരിശോധന സ്വകാര്യ ബസ് ഡ്രൈവർമാർ ഗ്രൂപ്പ് വഴി ചോർത്തിയതോടെ പല ബസ്സുകളും പകുതി വഴിയിൽ സർവീസ് നിർത്തിയെന്നും ആരോപണമുണ്ട്. 24 കൊല്ലം. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണ യുവാവിന് ഗുരുതര പരിക്ക്. രാവിലെ 9:30യോടെയാണ് യുവാവിനെ എങ്കക്കാട് റെയിൽവേ ഗേറ്റിനടുത്ത് പുല്ലിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തൃശൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോയ ട്രെയിനിൽ നിന്ന് വീണതാണ് എന്നാണ് നിഗമനം. യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം തുടങ്ങി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹെഡ്മാസ്റ്ററുടെ അടിയേറ്റ് വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്ന സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഹെഡ്മാസ്റ്റർ തെറ്റ് സമ്മതിച്ചുവെന്ന് PTA അറിയിച്ചു. അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്കൂളിലേക്ക് വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് കൃഷ്ണയെ ഹെഡ്മാസ്റ്റർ M അശോകൻ കരണത്തടിക്കുകയും കുട്ടിയുടെ കർണപുടം തകരുകയും ചെയ്ത സംഭവത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി
ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനനോട് അടിയന്തര റിപ്പോർട്ട് തേടിയത്. ഹെഡ്മാസ്റ്ററോട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് എത്തിച്ചേരാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്കൂളിലെത്തി അഭിനവ് കൃഷ്ണയുടെ മൊഴി രേഖപ്പെടുത്തി. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിരുന്നു. എന്നാൽ ഹെഡ്മാസ്റ്റർ M. അശോകന് ലക്ഷ്യം തെറ്റിയതാണെന്നും പിശക് പറ്റിയതാണെന്നുമാണ് PTA നിലപാട്. മാഷ് ഒരു കയ്യിൽ മൈക്കുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റേ കൈ കൊണ്ട് കൈ ഇങ്ങനെ വീശി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ലക്ഷ്യം തെറ്റി ചെവിക്ക് കൊള്ളുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അധ്യാപകനെതിരെ കുട്ടിയുടെ രക്ഷിതാക്കൾ ബേഡകം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും BJPയും SFIയും സ്കൂളിലേക്ക് മാർച്ച് നടത്തി. KSU യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിനുള്ളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. അധ്യാപകനെതിരെ നടപടിയെടുക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ തീരുമാനം. 24 കാസർഗോഡ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന് പിന്തുണ തേടി കേന്ദ്രം. ഇന്ത്യ സഖ്യം നേതാക്കളെ ഫോണിൽ വിളിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പിന്തുണ അഭ്യർത്ഥിച്ചു. CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കില്ലെന്ന് DMK വ്യക്തമാക്കി. NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തതോടെ പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടി തേടുകയാണ് BJP. പ്രതിപക്ഷ നേതാക്കളുമായി ഇക്കാര്യം സംസാരിക്കാൻ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിനെ ചുമതലപ്പെടുത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി DMK പിന്തുണ തേടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫോണിൽ സംസാരിച്ചു. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് അടുത്തതിനാലാണ് CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയതെന്ന് DMK നേതാവ് TKS ഇളങ്കോവൻ 24നോട് പറഞ്ഞു. CP രാധാകൃഷ്ണനെ DMK പിന്തുണയ്ക്കില്ല എന്നും പ്രതികരണം. They are using CP Radhakrishnan as a political tool. It is not a respect for him, or it is not that they want CP Radhakrishnan to be the vice president. He is being made a political tool in the hands of BJP. First thing. Secondly, he is a BJP candidate. How can we vote for a BJP candidate? NDA ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും ഇന്ത്യ മുന്നണി സ്വന്തം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. പ്രത്യേക യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് ഇന്ത്യ മുന്നണി തയ്യാറെടുക്കുന്നത്. BJPയെ പ്രതിരോധത്തിലാക്കാൻ DMKയിൽ നിന്ന് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർത്താനും ഇന്ത്യ മുന്നണി പദ്ധതിയിടുന്നുണ്ട്. 24 ഡൽഹി. വെളോദിമിർ സെലൻസ്കിയുമായി ഇന്ന് നിർണായക കൂടിക്കാഴ്ച നടത്താനിരിക്കെ യുക്രൈൻ വിരുദ്ധ നിലപാടുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈന് നാറ്റോ അംഗത്വം നൽകില്ല എന്നും ക്രിമിയ തിരികെ ലഭിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യൻ സമയം രാത്രി 10:30 നടക്കുന്ന കൂടിക്കാഴ്ചയിൽ സെലൻസ്കിക്കൊപ്പം യൂറോപ്യൻ നേതാക്കളും പങ്കെടുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപ് വൊളോദിമിർ സെലൻസ്കിയെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചത്. എന്നാൽ സെലൻസ്കിയെ കാണുന്നതിന് മുൻപ് തന്നെ തന്റെ നിലപാട് ട്രംപ് വ്യക്തമാക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് സെലൻസ്കിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉടനടി അവസാനിപ്പിക്കാം, അതല്ല എങ്കിൽ യുദ്ധം തുടരാമെന്നാണ് ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. യുക്രൈന് നേറ്റോ അംഗത്വം നൽകില്ല, റഷ്യ പിടിച്ചെടുത്ത ക്രൈമിയ ഇനി തിരികെ ലഭിക്കില്ലെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ സെലൻസ്കിക്കൊപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലെയൻ, നേറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ എന്നിവർ പങ്കെടുക്കും. വിഷയത്തിൽ യുക്രൈനെ ഉൾപ്പെടുത്താതെ തീരുമാനമെടുക്കരുതെന്നും യുക്രൈന് സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് യൂറോപ്യൻ യൂണിയന്റെ ആവശ്യം. ഇന്റർനാഷണൽ ഡെസ്ക് 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ പുതുക്കിയ കാലാവസ്ഥ മുന്നറിയിപ്പ് വരുന്നുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, അതുപോലെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒരു മഴ മുന്നറിയിപ്പില്ല. അപ്പോൾ ഈ 2 ജില്ലകൾ ഒഴികെ ബാക്കി 12 ജില്ലകളിലും മഴ തുടരും. വടക്കൻ കേരളത്തിൽ തീവ്ര മഴ മുന്നറിയിപ്പുമുണ്ട്. നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് ചാൻസലർ നിർദ്ദേശിച്ച പേരുകളിൽ ഭൂരിഭാഗവും കേരളത്തിന് പുറത്തു നിന്നുള്ളവരെന്ന് വിവരം. പട്ടിക ഇന്ന് തന്നെ സുപ്രീം കോടതിക്ക് കൈമാറും. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എപ്പോഴാണ് ഈ ഹർജി കോടതി പരിഗണിക്കുന്നത്? ഇന്ന് സർക്കാരിനോടും ചാൻസലറോടും സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളുടെ ലിസ്റ്റ് നൽകണമെന്ന് കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നല്ലോ. വിജയകുമാർ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഹർജി ജസ്റ്റിസ് പർദിവാലയുടെ ബെഞ്ച് പരിഗണിക്കുക. 71ാമത്തെ ഇനമായിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇത് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും സെർച്ച് കമ്മിറ്റി രൂപീകരണം ഒരു പക്ഷേ ഉണ്ടായേക്കും. സംസ്ഥാനവും ഇപ്പോൾ ചാൻസലറും ഇക്കാര്യത്തിൽ പട്ടിക
തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. 8 പേരുടെ ഒരു പട്ടികയായിരിക്കും സുപ്രീം കോടതിക്ക് നൽകുക. അതിൽ നിന്നായിരിക്കും ഒരു 5 അംഗ സെർച്ച് കമ്മിറ്റി UGC നോമിനിയെ കൂടി ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കുക. ചാൻസലർ തെരഞ്ഞെടുത്ത പേരുകളിൽ ഭൂരിഭാഗവും കേരളത്തിന് പുറത്തുള്ളവർ എന്നാണ് ലഭിക്കുന്നൊരു സൂചന. പട്ടികയിൽ IIT ഡയറക്ടർമാർ അടക്കമുള്ളൊരു പട്ടികയാണ് ചാൻസലർ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 10 പേരുടെ പട്ടിക സംസ്ഥാനം ഇതിനോടകം തന്നെ അറ്റോർണി ജനറലിന് കൈമാറിയിട്ടുമുണ്ട്. എന്തായാലും നേരത്തെ സുപ്രീം കോടതി പറഞ്ഞത് ഈ 2 പട്ടികയിലും പൊതുവായി ഉള്ളവർ ഉണ്ടെങ്കിൽ അത് കൂടുതൽ സുഗമമാവും ഈ ഒരു പ്രക്രിയയ്ക്ക് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഈ ലിസ്റ്റ് പരിഗണിച്ചുകൊണ്ടായിരിക്കും, ഈ പട്ടികകൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു സെർച്ച് കമ്മിറ്റി ഈ വിഷയത്തിൽ ഒരു പരിഹാരത്തിനായി സുപ്രീം കോടതി രൂപീകരിക്കുക. വിജയകുമാർ. ഇന്ന് തന്നെ കോടതിയുടെ പരിഗണനയിലേക്ക് സംസ്ഥാന സർക്കാരിന്റെയും ചാൻസലറുടെയും ഈ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പട്ടിക വരുന്നുണ്ട്. കോടതി അതിൽ നിന്നൊരു തീരുമാനമെടുക്കും. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ശക്തമായ മഴ തുടരുകയാണ്. മഹാരാഷ്ട്രയിൽ 8 ജില്ലകളിൽ അടുത്ത 24 മണിക്കൂർ അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. മുംബൈയിലേക്ക് വെള്ളം എത്തിക്കുന്ന മിക്ക ഡാമുകളും അതിന്റെ സംഭരണ പരിധിയിലേക്ക് എത്തിയിട്ടുണ്ട്. 3 ദിവസമായി പെയ്യുന്ന കനത്ത മഴ മുംബൈ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ട്രെയിൻ ഗതാഗതത്തെ മഴ സാരമായി ബാധിച്ചു. മിക്ക ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. വ്യോമഗതാഗതത്തെ ബാധിച്ചിട്ടില്ല. എങ്കിലും ഇനിയും മഴ കൂടിയാൽ സമയക്രമത്തിൽ മാറ്റം വരാനിടയുണ്ടെന്നും യാത്രക്കാർ പരിശോധിച്ച ശേഷം മാത്രം വന്നാൽ മതിയെന്നുമാണ് വിമാന കമ്പനികൾ യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത്. കൊങ്കൺ, വിദർഭ, മറാത്വാവാഡ എന്നിവിടങ്ങളിലാണ് ശക്തമായ മഴ പെയ്യുന്നത്. പൂനെ, രത്നഗിരി ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. തീരമേഖലകളിൽ ശക്തമായ തിരമാല മുന്നറിയിപ്പുമുണ്ട്. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുതെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകി. 24 മുംബൈ. ജമ്മു കാശ്മീരിലെ കിഷ്ത്വറിലും കത്വയിലും മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 5ാം ദിവസവും തുടരുകയാണ്. ദുരന്ത സ്ഥലത്ത് സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചു. കിഷ്ത്വറിൽ 65 പേരാണ് ഇതുവരെ മരിച്ചത്. 200-ലധികം പേരെ കാണാതായി. കത്വയിൽ 7 പേർ മരിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, കാലവർഷത്തിന്റെ പ്രഭാവത്തിന് കുറവൊന്നുമില്ല. കനത്ത മഴ അത് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്, അല്ലേ? വിജയകുമാർ, വരുന്ന 2 ദിവസം കൂടി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഈ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന ഓറഞ്ച് അലർട്ട്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് മഴ ശക്തമാകുന്നത്. നാളെയും വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദിവസം കൂടി മഴ തുടരുമെന്നും പിന്നീട് മഴയുടെ ശക്തി കുറയുമെന്നതുമാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്ന വിവരം. വിജയകുമാർ. സംസ്ഥാനത്ത് 2 ജില്ലകളിലൊഴികെ ബാക്കി എല്ലായിടത്തും മഴ മുന്നറിയിപ്പുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് MG പ്രതീഷ് നൽകിയത്. ഇടുക്കി മൂന്നാറിൽ മണ്ണിടിഞ്ഞ് വഴിയോര കടകൾക്ക് മുകളിൽ പതിച്ചു. ഇന്ന് രാവിലെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമീപം മണ്ണിടിഞ്ഞത്. കടകൾ തുറക്കാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. മൂന്നാറിൽ ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ്. പാലക്കാട് അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. കോയമ്പത്തൂർ സ്വദേശികളായ ഭൂപതി രാജ്, പ്രദീപ് രാജ് എന്നിവരാണ് മരിച്ചത്. കാണാതായി 3 ദിവസത്തിനു ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. അപകടങ്ങൾ തുടർക്കഥയായിട്ടും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പോലീസും അധികൃതരും തയ്യാറാകുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. സംസ്ഥാനത്ത് വീണ്ടും വന്യജീവി ആക്രമണം. ഇടുക്കി അടിമാലിയിൽ തോട്ടം തൊഴിലാളികളെ കാട്ടാന വിരട്ടിയോടിച്ചു. വയനാട് ബത്തേരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വളർത്തുനായെ കൊന്നു. കോതമംഗലം കുട്ടമ്പുഴയിൽ പഞ്ചായത്ത് അംഗങ്ങൾ സഞ്ചരിച്ച വാഹനം കാട്ടാന ആക്രമിച്ചു. കോതമംഗലം കുട്ടമ്പുഴയ്ക്ക് സമീപം പന്തപ്രയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ അംഗങ്ങളായ സൽമയും ശ്രീജയും കുടുംബമായി സഞ്ചരിച്ച ജീപ്പിന് പിന്നാലെയാണ് കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തത്. വയനാട് ബത്തേരി ചീരാൽ പ്രദേശത്ത് വീണ്ടും പുലി ഇറങ്ങി. ചീരാൽ നോർത്ത് വെള്ളച്ചാലിലെ അരവിന്ദന്റെ വീട്ടിലെ വളർത്തുനായയെ പുലി കൊന്നു. പ്രദേശത്തെ 5 കോഴികളെ ഇന്നലെ പുലി പിടികൂടിയിരുന്നു. ചെയ്യേണ്ട എന്തായാലും കൂട് വെച്ചിട്ട് വേഗം പിടിക്കാനാണ്, അല്ലാണ്ട് വേറെ മാർഗ്ഗമല്ല. അല്ലെങ്കിൽ ഇവിടെ നാട്ടുകാർ ഇതിന്റെ പ്രക്ഷോഭം അരിഞ്ഞ് ഇറങ്ങും. വേറെ മാർഗ്ഗമല്ല.
അടിമാലി, പീച്ചാട്, പ്ലാമല ഭാഗത്ത് കാട്ടാനശല്യം രൂക്ഷമാണ്. പ്രദേശത്തിറങ്ങിയ കുട്ടിയാനയടക്കം 5 ആനകളാണ് ജനവാസ മേഖലയിൽ ഇപ്പോഴും തമ്പടിച്ചിരിക്കുന്നത്. പുരയിടങ്ങളിൽ പോലും കാട്ടാനശല്യം രൂക്ഷമായതോടെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ഇടുക്കി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില ഗുരുതരമായി തുടരുന്നു. കുഞ്ഞ് വെന്റിലേറ്ററിലാണ്. രോഗം സ്ഥിരീകരിച്ച അന്നശ്ശേരി സ്വദേശിയും ചികിത്സയിലാണ്. 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ച ശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ മാസം 4-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞ് കഴിഞ്ഞ 14 ദിവസമായി മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ വെന്റിലേറ്ററിൽ തുടരുകയാണ്. കിണർ വെള്ളമാണ് രോഗത്തിന്റെ ഉറവിടമെന്നാണ് സംശയം. കുഞ്ഞിന്റെ വീട്ടിലെ വെള്ളത്തിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ കിണറുകളും ശുചീകരിച്ചിരുന്നു. രോഗം സ്ഥിരീകരിച്ച അന്നശ്ശേരി സ്വദേശിയായ യുവാവും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച 9-കാരിയുടെ സഹോദരങ്ങളുടെ സ്രവ സാമ്പിളുകളും മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കുട്ടി പഠിച്ച കോരങ്ങാട് GLP സ്കൂളിൽ ഉച്ചയ്ക്ക് ശേഷം ബോധവൽക്കരണം നടക്കും. 24 കോഴിക്കോട്. റാപ്പർ വേടനെതിരെ ലൈംഗികാതിക്രമ പരാതിയുമായി 2 യുവതികൾ. ഇമെയിൽ വഴി ഇവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അതേസമയം എറണാകുളം തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യ ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജൂലൈ 31-നാണ് യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെതിരെ തൃക്കാക്കര പോലീസ് ബലാത്സംഗ കേസ് ചുമത്തിയത്. ഇതിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചതിനിടയിലാണ് വീണ്ടും പരാതികൾ ഉയരുന്നത്. മുഖ്യമന്ത്രിക്ക് ഇമെയിലായി ലഭിച്ചത് 2 പരാതികൾ. ദളിത് സംഗീതത്തിൽ ഗവേഷണം ചെയ്യാനായി വിവരം തേടി ഫോണിൽ ബന്ധപ്പെട്ട യുവതിയെ 2020 ഡിസംബറിൽ കൊച്ചിയിലേക്ക് വിളിച്ചുവരുത്തി വേടൻ അതിക്രമം നടത്തിയെന്നാണ് ഒരു പരാതി. നിലവിൽ കേരളത്തിന് പുറത്തു പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ സമയം തേടിയിട്ടുണ്ട്. അതേസമയം തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിന് പിന്നാലെ ഒളിവിൽ പോയ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞില്ലെങ്കിൽ വേടനെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് തീരുമാനം. 24 കൊച്ചി. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെതിരെ വീണ്ടും ആരോപണവുമായി എൻ പ്രശാന്ത് IAS. പാസ്പോർട്ട് പുതുക്കാനുള്ള NOC ചീഫ് സെക്രട്ടറി ഒപ്പിട്ട് നൽകിയില്ല എന്നാണ് ആരോപണം. ക്രിമിനൽ മനസ്സോടുകൂടി എ ജയതിലക് ഉപദ്രവിക്കുകയാണ് എന്ന് എൻ പ്രശാന്ത് ഫേസ്ബുക്കിൽ വിമർശിച്ചു. ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെ ഔദ്യോഗിക വിവരങ്ങൾ തേടിയുള്ള വിവരാവകാശത്തിന് വ്യക്തിവിവരം കൈമാറാൻ കഴിയില്ലെന്ന സർക്കാരിന്റെ മറുപടി ഇന്നലെയാണ് പുറത്തുവന്നത്. പിന്നാലെയാണ് എൻ പ്രശാന്തിന്റെ പുതിയ ആരോപണങ്ങൾ. വിദേശത്തേക്ക് പോകുന്ന ആവശ്യത്തിനു വേണ്ടി 3 മാസങ്ങൾക്ക് മുൻപ് NOCക്കും ഐഡന്റിറ്റി കാർഡിനുമുള്ള അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ പിന്നീട് അത് അന്വേഷിക്കുമ്പോൾ അപേക്ഷ കാണാനില്ല എന്നാണ് മറുപടി ലഭിച്ചത്. എന്നാൽ മറ്റൊരു IAS ഉദ്യോഗസ്ഥൻ മുഖാന്തരം NOCക്ക് ഒപ്പിട്ട് കിട്ടാൻ ചീഫ് സെക്രട്ടറിക്ക് അപേക്ഷ നൽകി. മുൻപ് എൻ പ്രശാന്ത് നൽകിയ അപേക്ഷ അവിടെ ഉണ്ടെന്നാണ് ചീഫ് സെക്രട്ടറി ആ സമയം അറിയിച്ചത്. തന്റെ കീഴുദ്യോഗസ്ഥർക്കുൾപ്പെടെ 30 സെക്കൻഡിനുള്ളിൽ NOC നൽകിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ഇവിടെ കാണിക്കുന്നത് ബ്യൂറോക്രസിയല്ല, ക്രിമിനൽ ബുദ്ധിയോടുകൂടി തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പ്രശാന്ത് ഫേസ്ബുക്കിലൂടെ വിമർശിച്ചത്. മുൻപ് താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിവരാവകാശം തേടിയിട്ടും വ്യക്തമായ മറുപടി ലഭിച്ചില്ലെന്നും എൻ പ്രശാന്ത് IAS കുറ്റപ്പെടുത്തുന്നു. 24 തിരുവനന്തപുരം. മലപ്പുറം നഗരസഭാ പരിധിയിൽ വ്യാജരേഖ ചമച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു എന്ന ആരോപണവുമായി UDF. 18 വയസ്സ് തികയാത്തവരുടെ പേരുകൾ ചേർത്തു എന്നാണ് പരാതി. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചാണ് തട്ടിപ്പ് നടത്തിയത് എന്നും ആരോപണം ഉയരുന്നു. 2006 ഡിസംബർ 31-നുള്ളിൽ 18 വയസ്സ് പൂർത്തിയായവർക്കാണ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാവുക. എന്നാൽ ഈ മാനദണ്ഡപ്രകാരം 18 വയസ്സ് ആവാത്തവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നാണ് UDF ആരോപണം. ഇതിനായി രേഖകളിൽ കൃത്രിമം കാണിച്ചു എന്നും പരാതി. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ ആരംഭിച്ച ഘട്ടം മുതൽ പറഞ്ഞിട്ടുണ്ട്, ഇവർ വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വ്യാപകമായ ക്രമക്കേട് നടത്തുകയാണ്. ഇവർ വാർഡ് വിഭജനത്തിൽ ഇടപെട്ടു. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് നിലവിൽ 1-ലധികം കേസ് ഇപ്പോൾ കേരള ഹൈക്കോടതിയിലുണ്ട്. ഉദ്യോഗസ്ഥ ഒത്താശയോടെ DYFI ആണ് വ്യാജ വോട്ടർമാരെ ചേർത്തത് എന്നാണ് ആരോപണം. നടപടി ആവശ്യപ്പെട്ട് മലപ്പുറം നഗരസഭയ്ക്ക് മുൻപിൽ UDF പ്രതിഷേധിച്ചു. ജനങ്ങളെ കബളിപ്പിച്ച് ജനങ്ങൾ ഒരു പക്ഷേ കുട്ടികൾ പോലും അറിയാതെ അവരുടെ വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് നഗരസഭയിൽ കള്ളവോട്ട് ചേർത്തിരിക്കുകയാണ്. മലപ്പുറത്തെ നഗരസഭയിൽ വോട്ട് ചോരിയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 18 വയസ്സ് പൂർത്തിയാവാത്തവരുടെ അപേക്ഷ തള്ളിയിട്ടുണ്ട് എന്നും വ്യാജ വോട്ടർമാർ ഇല്ലെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. 24 മലപ്പുറം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. എറണാകുളം കാക്കനാട് തേവക്കലിൽ
മണ്ണിടിച്ചിലിനെ തുടർന്ന് 10 വീടുകൾ അപകടാവസ്ഥയിൽ. എടത്തല പഞ്ചായത്തിലെ 12ാം വാർഡിലാണ് ഇന്നലെ മണ്ണിടിഞ്ഞത്. ഒരു വീട് ഏത് സമയത്തും നിലം പതിക്കാറായ നിലയിലാണ്. ഇന്നലെയുണ്ടായ ശക്തമായ മഴയിലാണ് 25 അടി ഉയരത്തിൽ നിന്ന് മണ്ണിടിഞ്ഞത്. പനക്കൽ സെബാസ്റ്റ്യന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. വീട് ഏത് നിമിഷവും നിലം പതിക്കാവുന്ന നിലയിലാണ്. സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന് നേരത്തെ പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഗ്രാമസഭയിൽ ഇങ്ങനെ കുറച്ച് വീടുകൾ ഒരുമിച്ചിട്ട് നമുക്കൊരു സംരക്ഷണ ഭിത്തി കെട്ടിത്തരാനുള്ള കാര്യം പറഞ്ഞായിരുന്നു. പക്ഷെ അതിന് യാതൊരു മറുപടി ഉണ്ടായിരുന്നില്ല. മഴ വീണ്ടും ശക്തമായാൽ ഇനിയും മണ്ണിടിയും. 10ഓളം വീടുകൾ അപകടാവസ്ഥയിലാണ്. പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായി പോയി. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഈ വീടിഞ്ഞു വീണ് കണ്ടു കഴിഞ്ഞു ഓടിയെത്തിയപ്പോഴാണ് ഇത് കാണുന്നത്. ഭയങ്കരമായിട്ട് പേടി. ഞങ്ങൾ രാത്രി എല്ലാവരോട് മാറി താമസിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ തന്നെ കിടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അടിയന്തരമായി സംരക്ഷണ ഭിത്തി കെട്ടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജിയോളജി വകുപ്പും വില്ലേജ് ഓഫീസറും സ്ഥലത്ത് പരിശോധന നടത്തും. 24 കൊച്ചി. കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കൾ കസ്റ്റഡിയിൽ. തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയ പ്രതികളെ കോതമംഗലത്ത് എത്തിച്ചു. കേസിൽ 4ാം പ്രതി സഹദ് കീഴടങ്ങി. ലാൽകൃഷ്ണൻ വിവരങ്ങൾ നൽകും തൊടുപുഴയിൽ നിന്ന്. ലാല്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇനിയിപ്പോൾ എല്ലാ പ്രതികളും ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ 4ാം പ്രതി സഹദ് കീഴടങ്ങുകയായിരുന്നു അല്ലേ? അല്ല, നമുക്ക് ആ കിട്ടിയ വാർത്തയിൽ ചെറിയ ഒരു തിരുത്തൂടിയുണ്ട്. സഹദ് കീഴടങ്ങിയായിരുന്നില്ല. സഹദിനെ നമുക്ക് പറവൂരിലെ വീട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. സഹദ് പറവൂരിലുള്ള സഹോദരിയുടെ വീട്ടിൽ ഒളിവിൽ കഴിയവെയാണ് സഹദിനെ പിടികൂടി കോതമംഗലം പോലീസ്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള കോതമംഗലം IP-യുടെ നേതൃത്വത്തിലുള്ള സംഘം പറവൂരിലെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. മറ്റ് 2 പേരെയും, അതായത് ഈ റമീസിൻ്റെ മാതാപിതാക്കളെ സേലത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്ത്. ഇവർ സേലത്ത് മറ്റ് 2 പേരിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് കിട്ടുന്ന വിവരം. ഇവരുടെ ഇറച്ചി വ്യാപാരമാണ് ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. അതുകൊണ്ട് തന്നെ ഇറച്ചി വ്യാപാരവുമായുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് സേലത്ത് താമസിക്കുകയായിരുന്നു. അവിടെ ഇറച്ചി കച്ചവടം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നതിനിടയിലാണ് കേരളത്തിൽ നിന്നുള്ള പ്രത്യേക സംഘം അവിടെ എത്തുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് കോതമംഗലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയങ്ങൾക്കുള്ളിൽ ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന മൂവാറ്റുപുഴ DYSPയും ഇവിടെ എത്തും. ആത്മഹത്യാ പ്രേരണാക്കുറ്റമാണ് ഇവരുടെ 3 പേരുടെയും പേരിൽ നിലവിലുള്ളത്. അതായത് ഈ പെൺകുട്ടിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി അതുവഴി ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഇവരുടെ പേരിലുള്ള കുറ്റം. ഇത് കൂടാതെ സഹദിൻ്റെ പേരിലുള്ള മറ്റൊരു കുറ്റം എന്ന് പറയുന്നത് പെൺകുട്ടിയെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുന്ന സമയത്ത് അതേ മുറിയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു സഹദ്. സഹദ് ഈ മർദ്ദനത്തെ തടയാനോ അല്ലെങ്കിൽ പെൺകുട്ടിയെ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ശ്രമിച്ചില്ല എന്നൊരു കുറ്റം കൂടി സഹദിൻ്റെ പേരിലും ആരോപിക്കപ്പെടുന്നുണ്ട്. എന്തായാലും കോതമംഗലത്തെ 23-കാരിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലെ മുഴുവൻ പ്രതികളും നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് ഇന്നത്തെ ദിവസം തന്നെ ഈ കേസിലെ പ്രധാന പ്രതിയായ റമീസിൻ്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയും അയാൾ കസ്റ്റഡിയിൽ വാങ്ങും എന്ന കാര്യം കൂടി അറിയിച്ചിരുന്നു. പക്ഷേ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിച്ചിട്ടില്ല. കസ്റ്റഡി അപേക്ഷ നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. റമീസിൻ്റെ കേസിൽ കസ്റ്റഡി കാര്യങ്ങൾ ഇവരുടെ അറസ്റ്റിനെ തുടർന്ന് ബാക്കിയുള്ള നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങിയാൽ മതി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങൾ ഇനി നീളും. ഇവരെ 3 പേരെയും ഒരുമിച്ചെത്തി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവ് ശേഖരണത്തിലുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. കേസിലെ 4ാം പ്രതി സഹദിനെ അയാൾ കീഴടങ്ങുകയായിരുന്നില്ല. പറവൂരിൽ അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പോലീസിന്റെ പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് കോതമംഗലത്ത് നിന്ന്. ഹൈദരാബാദിൽ ജന്മാഷ്ടമി ഘോഷയാത്രയ്ക്കിടെ വൈദ്യുതാഘാതമേറ്റ് 5 മരണം. രഥം വൈദ്യുതി ലൈനിൽ തട്ടിയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 4 പേർ ചികിത്സയിലാണ്. രാമന്തൂരിലെ RTC കോളനിയിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. വാഹനത്തിൽ കെട്ടിയായിരുന്നു രഥം വലിച്ചുകൊണ്ടുപോയിരുന്നത്. എന്നാൽ വാഹനം തകരാറായതോടെ പ്രദേശവാസികളായ ഭക്തർ തന്നെ രഥം വലിച്ചു. അതിനിടയിലാണ് വൈദ്യുതി ലൈനിൽ രഥം തട്ടി അപകടമുണ്ടായത്. പഴയ രമന്തൂർ സ്വദേശികളായ കൃഷ്ണ യാദവ്, സുരേഷ് യാദവ്, ശ്രീകാന്ത് റെഡ്ഡി, രുദ്ര വികാസ്, രാജേന്ദ്ര റെഡ്ഡി എന്നിവരാണ് മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡിയുടെ ഗൺമാനുമുണ്ട്. ഉപ്പൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 24 ചെന്നൈ. കോഴിക്കോട് ഫറോക്കിൽ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ മാല മോഷ്ടിച്ചു. കതക് തകർത്ത് വീട്ടിൽ കയറിയാണ് മോഷണം. ഷബ്ന മൻസിലിൽ സുബൈദയുടെ 2 പവന്റെ മാലയാണ് മോഷണം പോയത്. രാത്രി 2:55 കള്ളൻ വീട്ടിൽ കയറി ഞാൻ കിടക്കുന്നിടത്ത് വന്ന് ചെയിൻ പൊട്ടിച്ച്. ചെയിൻ വലിച്ചപ്പോഴാണ് അറിയുന്നത്
പറഞ്ഞപ്പം തന്നെ ബഹളം വെച്ച് കള്ളനായിട്ട്. ആള് വന്നത് കിച്ചൺ വഴി ഇവിടെ ഷോക്കേസിന്റെ ഡോറൊക്കെ പൊളിച്ചിട്ട് അകത്ത് കയറി. ഞാനിത് അറിഞ്ഞപ്പോ ഇപ്പുറത്തെ ഡോറ് തുറക്കാൻ വേണ്ടി പോയി. മക്കള് സമ്മതിക്കില്ല. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഈ മോഷ്ടാവിനെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ പോലീസിന് ഇപ്പോൾ? വിജയകുമാർ, ഫറോക്ക് പോലീസ് ഇപ്പോൾ ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ മോഷ്ടാവിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പുലർച്ചെ 2:45 ആ വീട്ടമ്മയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന വീട്ടമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന 2 പവന്റെ സ്വർണ്ണമാലയാണ് ഈ മോഷ്ടാവ് പിടിച്ചു പറിച്ചു കൊണ്ടുപോയത്. ഇതിനിടയിലാണ് അവരുടെ കഴുത്തിന് പരിക്കേറ്റിട്ടുള്ളത്. ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിലുള്ളത് ഒരാൾ നടന്നു വരുന്നതാണ്. CCTV ദൃശ്യങ്ങളിലുള്ളത് ഒരു വീടിൻ്റെ ഗേറ്റ് തുറന്ന് ഉള്ളിൽ കയറുന്നുണ്ട്. അത് ഈ മോഷണം നടന്ന വീടിൻ്റെ തൊട്ടടുത്ത വീടാണ്. ഈ തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഇരുമ്പ് വടി എടുത്തിട്ടാണ് ഇത്തരത്തിൽ കതക് തകർത്ത് ഉള്ളിൽ കയറിയിട്ടുള്ളത്. എന്തുതന്നെയാലും ഫറോക്ക് സ്റ്റേഷനിൽ ഈ വീട്ടമ്മ പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ലഭ്യമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഇതാണ്. ഇത് കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. വിജയകുമാർ. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. ഏഷ്യ കപ്പ് ക്രിക്കറ്റിലുള്ള ഇന്ത്യൻ ടീമിനെ നാളെ പ്രഖ്യാപിക്കും. ശുഭ്മാൻ ഗില്ലിനും മുഹമ്മദ് സിറാജിനും ടീമിൽ ഇടം ലഭിച്ചേക്കില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. മലയാളി താരം സഞ്ജു സാംസൺ ഓപ്പണർ സ്ഥാനം നിലനിർത്താനാണ് സാധ്യത. അടുത്ത വർഷത്തെ 2020 ലോകകപ്പിന്റെ കർട്ടൻ റൈസറായ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ആരൊക്കെ ഇടം നേടുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ. മുംബൈയിൽ നാളെ ചേരുന്ന BCCI സെലക്ടേഴ്സിന്റെ യോഗത്തിന് ശേഷമായിരിക്കും ടീം പ്രഖ്യാപനം. സൂര്യകുമാർ നായകനാകുന്ന ടീമിൽ സമീപകാല ടൂർണമെന്റുകൾ കളിച്ച കോർ ടീമിനെ നിലനിർത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ ജോഡി തന്നെയായിരിക്കും ഓപ്പണിംഗിൽ. IPL-ലും ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലും ശുഭ്മാൻ ഗില്ലിന്റേത് ഉജ്ജ്വല പ്രകടനമായിരുന്നുവെങ്കിലും വിജയ ജോഡിയെ പൊളിക്കേണ്ടെന്ന കോച്ച് ഗൗതം ഗംഭീർ തന്നെ തീരുമാനമെടുക്കുകയായിരുന്നു. തിലക് വർമ്മയും റിങ്കു സിംഗും സ്ഥാനം നിലനിർത്തുമ്പോൾ ശേഷിക്കുന്ന ഒരു ബാറ്റിംഗ് സ്പോട്ടിനായി ശ്രേയസ് അയ്യർ, ശിവൻ ദൂബെ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ഋഷഭ് പന്തിന് പരിക്കേറ്റതോടെ ജിതേഷ് ശർമ്മ 2ാം വിക്കറ്റ് കീപ്പറാകും. ജസ്പ്രീത് ബുംറ കളിക്കാൻ സജ്ജനെന്ന് അറിയിച്ചതോടെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായിട്ടും മുഹമ്മദ് സിറാജിന് ഇടമുണ്ടാവില്ല. അക്സർ പട്ടേലും കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും രവി ബിഷ്ണോയും തുടങ്ങി സ്പിന്നർമാരുടെ നീണ്ട നിരയുള്ള ടീമിൽ വാഷിംഗ്ടൺ സുന്ദറിനും അവസരം കിട്ടാൻ പാടാണ്. സെപ്റ്റംബർ 9 തുടങ്ങുന്ന ടൂർണമെന്റിൽ 10 ഇന്ത്യയുടെ ആദ്യ മത്സരം. സ്പോർട്സ് ഡെസ്ക് 24. IPL-ലേത് സ്വപ്നതുല്യ അരങ്ങേറ്റമായിരുന്നുവെന്ന് മലയാളി താരം വിഘ്നേഷ് പുത്തൂർ. MS ധോണിക്കും രോഹിത് ശർമ്മയ്ക്കും ഒപ്പം കളിക്കാനായത് വലിയ അനുഭവമെന്നും വിഘ്നേഷ് 24-നോട് പറഞ്ഞു. എല്ലാം സ്വപ്നം പോലെ. മുംബൈ ഇന്ത്യൻസ് കുപ്പായത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 3 വിക്കറ്റ് വീഴ്ത്തിയുള്ള അരങ്ങേറ്റത്തെക്കുറിച്ച് വിഘ്നേഷ് പുത്തൂർ ഇങ്ങനെ പറയും. തീർച്ചയായും വളരെ ഭാഗ്യമാണ് അത് ടീം കിട്ടിയതും IPL പെർഫോം ചെയ്യാൻ പറ്റിയതും. വളരെ ഗ്രേറ്റ്ഫുൾ ആണ് പല കാര്യത്തിലും. രോഹിത് ശർമ്മയ്ക്കും സൂര്യകുമാർ യാദവിനും ഹാർദിക് പണ്ഡ്യയ്ക്കുമൊപ്പം ഒരേ ടീമിൽ. എതിരെ കളിച്ചത് MS ധോണിയും വിരാട് കോഹ്ലിയും അടക്കമുള്ളവർക്കെതിരെ. അവരിൽ നിന്നുള്ള ഉപദേശങ്ങൾ ഇങ്ങനെയായിരുന്നു. വളരെ ബേസിക്കൽ കാര്യം തന്നെ, വലിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഫോക്കസ്, ഡോണ്ട് ഗിവ് അപ്പ്. ഇന്നേ വരെ കേരള സീനിയർ ടീമിനായി കളിക്കാനായിട്ടില്ല വിഘ്നേഷിന്. ഈ സീസണിൽ അതിനും കഴിയുമെന്ന പ്രതീക്ഷ. ഇന്ത്യൻ കുപ്പായത്തിനായും നന്നായി പ്രയത്നിക്കും. സന്തോഷ് ചേകവർക്കും ജിഷ്ണുവിനുമൊപ്പം അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക് 24. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. വിവാദമായതോടെ ഉത്തരവ് തിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ക്ലർക്കിന്റെ ജോലി കൂടി ചെയ്യണം എന്ന ഉത്തരവാണ് തിരുത്തിയത്. പ്രിൻസിപ്പലും ജോലിഭാരം കുറവുള്ള അധ്യാപകരും ചേർന്ന് ക്ലർക്കൽ ജോലി ചെയ്യണം എന്നാണ് പുതിയ ഉത്തരവ്. 24 ഉത്തരവ് പുറത്തു കൊണ്ടുവന്നത്. ക്ലർക്ക് ലൈബ്രറിയൻ തസ്തികകൾ ആവശ്യപ്പെട്ട് എറണാകുളം വളയൻചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ നൽകിയ അപേക്ഷയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുഴുവൻ സമയ ക്ലർക്കിന് ചെയ്യേണ്ട ജോലികളൊന്നും തന്നെയില്ല. പ്രസ്തുത ജോലി കൂടി ചെയ്യേണ്ട ആളാണ് പ്രിൻസിപ്പാളെന്നും ആദ്യ ഉത്തരവിൽ നിർദ്ദേശം. സംഭവം വിവാദമായതോടെ ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് തിരുത്തി. ക്ലറിക്കൽ ജോലികൾ പ്രിൻസിപ്പൽമാരും ജോലിഭാരം കുറഞ്ഞ അധ്യാപകരും ചേർന്ന് നിർവഹിക്കണമെന്നുമാണ് പുതിയ ഉത്തരവ്. കൂടാതെ ലൈബ്രറിയുടെ ചുമതല ജോലിഭാരം കുറവുള്ള ഒരു അധ്യാപകൻ നൽകിയാൽ മതിയെന്നും ഉത്തരവിൽ പറയുന്നു. എന്നാൽ പുതിയ ഉത്തരവും വിവാദമാകാൻ സാധ്യതയുണ്ട്. കേരള എഡ്യൂക്കേഷൻ റൂൾ പ്രകാരം അധ്യാപകർക്ക് ക്ലർക്ക് ജോലി ചെയ്യണമെന്ന നിർദ്ദേശമില്ല. അതിനാൽ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആരോപണം. 24 കൊച്ചി.
സൗഹൃദം നിരസിച്ചതിന് യുവതിയുടെ വീടിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞ കേസിൽ 2 യുവാക്കൾ പിടിയിൽ. പാലക്കാട് കുത്തന്നൂരിലായിരുന്നു സംഭവം. തോലന്നൂർ സ്വദേശി അഖിൽ, പുതുശ്ശേരി സ്വദേശി രാഹുൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. തോലന്നൂർ സ്വദേശി അഖിലും കുത്തന്നൂർ സ്വദേശിയായ 17-കാരിയും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു. അഖിലിനോട് പെൺകുട്ടി പിണങ്ങിയതോടെ സൗഹൃദം പിന്നെ പകയാവുകയായിരുന്നു. യൂട്യൂബ് നോക്കിയാണ് പെട്രോൾ ബോംബ് ഉണ്ടാക്കാൻ പഠിച്ചത് എന്നാണ് യുവാക്കൾ നൽകിയ മൊഴി. ഇത് വളരെ സെൻസിറ്റീവായ കേസായതുകൊണ്ട് വളരെ ആത്മാർത്ഥമായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഈ പ്രതികളെ നമുക്ക് 3 ദിവസം കൊണ്ട് തന്നെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ കഴിയുകയും ചെയ്തു. വളരെയധികം CCTV ഫുട്ടേജുകൾ നോക്കി CDR പരിശോധനകളും മറ്റും നടത്തി ഒരുപാട് സാക്ഷികളെയും കണ്ടു ചോദിച്ച് നമ്മളാണ് ഈ ഒരു ചിത്രത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞത്. പ്രതികളായ അഖിലിനെയും സുഹൃത്ത് അരുണിനെയും പെൺകുട്ടിയുടെ വീടിന് സമീപം എത്തിച്ച തെളിവെടുത്തു. പെട്രോൾ ബോംബ് കത്തിച്ചു വെച്ചതിന് ശേഷം ജനൽ ചില്ലകൾ എറിഞ്ഞു പൊളിച്ചുവെന്നാണ് യുവാക്കൾ പോലീസിനോട് പറഞ്ഞത്. കുഴൽമന്ദം പോലീസ് ഏറെ പണിപ്പെട്ടാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 35-ലധികം CCTVകൾ പരിശോധിച്ച ശേഷമായിരുന്നു അഖിലും രാഹുലുമാണ് പ്രതികളെന്ന് പോലീസ് ഉറപ്പിച്ചത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 പാലക്കാട്. കായിക റിപ്പോർട്ടിങ്ങിനുള്ള ഇൻഡിവുഡ് മീഡിയ എക്സലൻസ് അവാർഡ് 24-ന്. 24 തിരുവനന്തപുരം സീനിയർ റിപ്പോർട്ടർ സലീം മാലിക്കിനാണ് എക്സലൻസ് ഇൻ സ്പോർട്സ് റിപ്പോർട്ടിംഗ് പുരസ്കാരം. മറ്റന്നാൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും. ഇൻസ്പിരേഷണൽ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയറായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം S. ശ്രീശാന്തിനെയും തെരഞ്ഞെടുത്തു. വിൻസ്മേര ജ്വൽസ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം മോഹൻലാലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പരസ്യ ചിത്ര സംവിധായകനും സിനിമാ താരവുമായ പ്രകാശ് വർമ്മ മുഖ്യ അതിഥിയായി. ആരും കൊതിച്ചു പോകുന്ന ആഭരണ വിസ്മയമാണ് വിൻസ്മേര ഒരുക്കിയിരിക്കുന്നത് എന്ന് മോഹൻലാൽ പറഞ്ഞു. വിൻസ്മേര ജ്വല്ലേഴ്സിന്റെ കേരളത്തിലെ ആദ്യ ഷോറൂമാണ് മലയാളികളുടെ പ്രിയതാരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്തത്. ആവേശകരമായ സ്വീകരണമായിരുന്നു ആരാധകർ കോഴിക്കോട്ട് മോഹൻലാലിന് നൽകിയത്. വിൻസ്മരയ്ക്ക് കൂടുതൽ ഷോറൂമുകളുമായി വലിയ വിജയമുണ്ടാകട്ടെ എന്ന് ഉദ്ഘാടനം ചെയ്ത് മോഹൻലാൽ പറഞ്ഞു. എല്ലാവിധ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇനാഗുറേഷൻ അല്ലെങ്കിൽ ഉദ്ഘാടനം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ. ഇവരുടെ അമ്മയുടെ അനുഗ്രഹത്താൽ അത് വലിയൊരു പ്രസ്ഥാനമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൂടി. കാരണം വലിയ രീതിയിലാണ് തിങ്ക് ബിഗ്, വലിയ രീതിയിലാണ് അവരതിനെ പറ്റി ആലോചിച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനമായിട്ട് എനിക്കും ചേരാൻ കഴിഞ്ഞത്. വിൻസ്മേര ഗ്രൂപ്പിന്റെ സാരഥികളും കോഴിക്കോട്ടെ പൗരപ്രമുഖരും അണിനിരന്ന ചടങ്ങിൽ ആദ്യ വിൽപ്പന മോഹൻലാൽ നേരിട്ട് നിർവഹിച്ചു. നിരവധി ആഭരണങ്ങൾ പ്രിയതാരത്തിൽ നിന്നും ഉപഭോക്താക്കൾ ഏറ്റുവാങ്ങി. പരസ്യ സംവിധായകനും നടനുമായ പ്രകാശ് വർമ്മയും ചടങ്ങിൽ മുഖ്യാതിഥിയായി. ചിങ്ങം 1 വിൻസ്മേര ഉദ്ഘാടനം മോഹൻലാലിന്റെ ആരാധകർക്ക് വലിയ ആവേശം പകരുകയായിരുന്നു കോഴിക്കോട്. 24 കോഴിക്കോട്. കേരള സർവകലാശാല യൂണിയൻ ഉദ്ഘാടനത്തിൽ രജിസ്ട്രാറായി പങ്കെടുക്കുന്നത് ഡോക്ടർ KS അനിൽകുമാറാണ് എന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നോട്ടീസിൽ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശംസാ പ്രസംഗം നടത്തുമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. VC മോഹനൻ കുന്നുമ്മലും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ VC നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പൻ്റെ പേര് നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ഇന്ന് വൈകിട്ടാണ് യൂണിയൻ ഉദ്ഘാടനം നടക്കുന്നത്. ഇനിയിപ്പോൾ രജിസ്ട്രാറായി KS അനിൽകുമാർ പങ്കെടുക്കുമോ? അങ്ങനെയാണെങ്കിൽ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ അതിൽ പങ്കെടുക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും വൈകിട്ട് ആ പരിപാടി നടക്കുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുക എന്ന ഘട്ടത്തിൽ നമുക്ക് നോക്കാം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി വൻ വാർത്തയിൽ TK റിജിത്ത് ചേരും. നമസ്കാരം.